ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ കേരള PSCയുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കാറ്റഗറി നമ്പർ 282/2016 ആണ്. നോക്കാം എന്തെല്ലാമാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Which committee is known as Committee on Banking Sector Reforms? ഏത് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസിന് കമ്മിറ്റി ആയിട്ട് അറിയപ്പെടുന്നതാണ്? ഓപ്ഷൻ എ നരസിംഹം കമ്മിറ്റി 2, ഓപ്ഷൻ ബി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ സി ഗാഡ്ഗിൽ കമ്മിറ്റി, ഓപ്ഷൻ ഡി രംഗരാജൻ കമ്മിറ്റി. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നരസിംഹം കമ്മിറ്റി 2 ആണ്. അപ്പോൾ ബാങ്കിങ് സെക്ടർ റീഫോമുമായി റിലേറ്റ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് നരസിംഹം കമ്മിറ്റി 2 ആണ്. അപ്പം നരസിംഹം കമ്മിറ്റി 1ഉം 2ഉം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ ഇപ്പോൾ 2 ഓപ്ഷനിലുണ്ട് എങ്കിൽ നരസിംഹം കമ്മിറ്റി 2 ആണ് ബാങ്കിങ് സെക്ടർ റീഫോമായിട്ട്. ഇനി ഓപ്ഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നരസിംഹം കമ്മിറ്റി 1 എന്ന് പറയുന്നത് 1991 വന്ന കമ്മിറ്റിയാണ്. ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസും റിലേറ്റ് ചെയ്തിട്ടാണ് ആ കമ്മിറ്റി നിലവിൽ വരുന്നത്. നരസിംഹം കമ്മിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. നരസിംഹം കമ്മിറ്റി 2 1998 വന്നതാണ്. അതാണ് ആക്ച്വലി ബാങ്കിങ് സെക്ടർ റീഫോം റിലേറ്റ് ചെയ്തിട്ട് വന്ന കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി മൽഹോത്ര കമ്മിറ്റി ഒരുപാട് തവണ PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് വന്നത് 1993 ഇൻഷുറൻസ് സെക്ടർ റീഫോംസിനുമായിട്ടാണ് മൽഹോത്ര കമ്മിറ്റി വരുന്നത്. നെക്സ്റ്റ് ഗാഡ്ഗിൽ കമ്മിറ്റി 1969 ഫോർ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് പ്ലാനിങ് ആൻഡ് രംഗരാജൻ കമ്മിറ്റി ബാങ്കിങ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പല ഏരിയയിലാണെന്ത് രംഗരാജൻ കമ്മിറ്റി. അതിൻ്റെ അകത്തൊക്കെ റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് രംഗരാജൻ കമ്മിറ്റി വന്നത്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊവിഷൻ requirement for non-performing asset that are classified as loss asset is. അതായത് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റിൽ ലോസ് അസറ്റിന് എത്രയാണ് പ്രൊവിഷൻ മാറ്റി വെക്കേണ്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0.25%, ഓപ്ഷൻ ബി 40%, ഓപ്ഷൻ സി 15%, ഓപ്ഷൻ ഡി 100%. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 100% ആണ്. റൈറ്റ് ആൻസർ 100% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ ലോസ് അസറ്റ്, ആക്ച്വലി ലോസ് അസറ്റിന് 100% ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് പ്രൊവിഷനായിട്ട് മാറ്റിവെക്കേണ്ടത്. എത്രയാണ്? 100% ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്. ഡൗട്ട്ഫുൾ അസറ്റ് 2 കാറ്റഗറി ഉണ്ട്. അൺസെക്യൂർഡ് ഉണ്ട്, സെക്യൂർഡ് കാറ്റഗറി. അൺസെക്യൂർഡിൽ 100%, സെക്യൂർഡിൽ 20% ഓൾറെഡി ഉള്ള ക്രെഡിറ്റിൻ്റെ പ്രൊവിഷനായിട്ട് മാറ്റിവെക്കേണ്ടത്. ഇവിടെ 100% പ്രൊവിഷൻ എന്ന് വിചാരിക്കുന്നത് ഇത്രയാണ്. നമുക്ക് എത്രയാണോ അസറ്റായിട്ട് ഇനി ഉള്ളത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത്, ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 100% നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുക എന്നാണ് അർത്ഥം. ഇനി സെക്യൂർഡ് ആണെങ്കിൽ 20% to 100%. നമുക്ക് എന്താണ് കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് 20 up to 20 മുതൽ 100 വരെ നമുക്ക് ആ പ്രൊവിഷൻ മാറ്റി വെക്കാം. ഇനി സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ 10% ഓഫ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് 10% ആണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റുകൾക്ക് പ്രൊവിഷനായിട്ട് മാറ്റി വെക്കേണ്ടത്. ഈ സ്റ്റാൻഡേർഡ് അസറ്റുകൾ നോർമലി എന്താണ് നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കാറില്ല. ഇൻ കേസ് RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ 0.25% നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. സ്റ്റാൻഡേർഡ് അസറ്റുകളെ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ കാറ്റഗറിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നമ്മൾ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI നാഷണലൈസ് ചെയ്ത് എന്നാണെന്നാണ്. ഇവിടെ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇവിടെ റൈറ്റ് ആൻസർ ഇല്ല. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1949 RBI നാഷണലൈസ് ചെയ്ത് 1949. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓപ്ഷൻ സി റെസ്ട്രിക്ഷൻസ് ഓൺ ക്ലീൻ അഡ്വാൻസസ്,
ഓപ്ഷൻ ഡി ഇഷ്യൂയിങ് ഡയറക്റ്റീവ്സ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണെന്ത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പണായിട്ട് RBI യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്താണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ വരുന്നതല്ല. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവും ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് എന്നും. ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഈ ക്വാണ്ടിറ്റേറ്റീവിനെയാണ് എന്താ സെലക്റ്റീവ് എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊരു ക്വാളിറ്റേറ്റീവ് ആണ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിനെയാണ് ക്വാളിറ്റേറ്റീവ് വെപ്പണായിട്ട് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. നോക്കാം ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് റേറ്റ്, മോറൽ സ്വേഷൻ, ഡയറക്റ്റ് ആക്ഷൻ. ഇതൊക്കെ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളാണ്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാങ്ക് റേറ്റ്, വേരിയബിൾ CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റികൾ, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഇതൊക്കെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ PSC ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കി വീഡിയോസുമായി പിന്നെ കാണാം.